ഇന്ത്യയിലെ ഒരു ശാന്തമായ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് ആരവ് എന്നു പേരുള്ള ഒരു സെൻഗുരു ഉണ്ടായിരുന്നു. വ്യക്തിപരമായ വളർച്ചയുടെയും ആത്മീയ പ്രബുദ്ധതയുടെയും രഹസ്യങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രായത്തിലുമുള്ള അന്വേഷകർ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ തേടിയെത്തി. ശാന്തമായ ഒരു സായാഹ്നത്തിൽ പ്രിയ എന്ന യുവതി മാസ്റ്റർ ആരവിൻ്റെ അടുത്തേക്ക് ഒരു കൗതുക ഭാവത്തോടെ എത്തി. തന്നോട് തന്നെ ബന്ധം വേർപ്പെടുത്തിയതായി അനുഭവപ്പെടുന്ന പ്രിയയ്ക്ക് വൈകാരികവും ആത്മീയവുമായ വൈബ്രേഷൻ എങ്ങനെ ഉയർത്താം എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം തേടിയിരുന്നു. മാസ്റ്റർ ആരവ്, പ്രിയ തുടങ്ങി. അവളുടെ സ്വരത്തിൽ ആത്മാർത്ഥത നിറഞ്ഞു. എനിക്ക് എൻ്റെ ഊർജം കുറഞ്ഞതായി തോന്നുന്നു. എൻ്റെ ഉള്ളിൽ സമാധാനം കണ്ടെത്താൻ ഞാൻ പാടുപെടുകയാണ്. എൻ്റെ വൈകാരികവും ആത്മീയവുമായ വൈബ്രേഷൻ എങ്ങനെ ഉയർത്താമെന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കാമോ? സൗമ്യമായ പുഞ്ചിരിയോടെ മാസ്റ്റർ ആരവ് പ്രിയയെ തൻ്റെ ശാന്തമായ സങ്കേതത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഒരാളുടെ വൈകാരികവും ആത്മീയവുമായ സ്പന്ദനങ്ങൾ ഉയർത്തുന്നതിനുള്ള വഴികൾക്കുള്ളിൽ കിടക്കുന്ന കാലാതീതമായ ജ്ഞാനം പകരാൻ തയ്യാറായി. പ്രിയ, മാസ്റ്റർ ആരവ് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ശബ്ദം മൃദുലവും എന്നാൽ അധികാരം നിറഞ്ഞതുമാണ്. നിങ്ങളുടെ വൈകാരികവും ആത്മീയവുമായ സ്പന്ദനം ഉയർത്തുന്നത് സ്വയം കണ്ടെത്തലിൻ്റെയും ആന്തരിക പരിവർത്തനത്തിൻ്റെയും ഒരു യാത്രയാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനുള്ള 12 വഴികളിലൂടെ ഞാൻ നിങ്ങളെ നയിക്കട്ടെ. ഉൾക്കാഴ്ചയുടെയും പ്രബുദ്ധതയുടെയും ഒരു ചരടിലേക്ക് നെയ്തെടുത്ത് അദ്ദേഹം ഇനി പറയുന്ന പോയിന്റുകൾ വിശദീകരിച്ചു. കൃതജ്ഞത വളർത്തുക. ഒരാളുടെ വൈബ്രേഷൻ ഉയർത്തുന്നതിൽ കൃതജ്ഞതയുടെ പ്രാധാന്യം മാസ്റ്റർ ആരവ് ഊന്നി പറഞ്ഞു. ഓരോ ദിവസവും നന്ദിയുള്ള ഹൃദയത്തോടെ ആരംഭിക്കുക, അദ്ദേഹം പ്രിയയെ ഉപദേശിച്ചു. നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നത് കൂടുതൽ പോസിറ്റിവിറ്റിയും സമൃദ്ധിയും ആകർഷിക്കും. മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക, ഓരോ നിമിഷത്തിലും ഉണ്ടായിരിക്കുക. മാസ്റ്റർ ആരവ് പ്രിയയെ പ്രോത്സാഹിപ്പിച്ചു. തങ്ങളുടെ ചുറ്റുമുള്ള ലോകവുമായും സ്വയം തന്നെയും ആഴത്തിൽ ബന്ധപ്പെടാനും അവരുടെ അവബോധവും വൈബ്രേഷനും വർദ്ധിപ്പിക്കാനും ശ്രദ്ധാകേന്ദ്രം ഒരാളെ അനുവദിക്കുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. സ്വയം സ്നേഹം പരിപോഷിപ്പിക്കുക. നിങ്ങളെ തന്നെ നിരുപാധികമായി സ്നേഹിക്കുക. മാസ്റ്റർ ആരവ് പ്രിയയെ ഓർമ്മിപ്പിച്ചു. ആന്തരിക സമാധാനവും ഐക്യവും വളർത്തുന്ന വൈകാരികവും ആത്മീയവുമായ ക്ഷേമത്തിൻ്റെ അടിത്തറയാണ് ആത്മസ്നേഹമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മറ്റുള്ളവരോടും നിങ്ങളോടും ക്ഷമിക്കുക. നീരസം ഒഴിവാക്കുക. ക്ഷമിക്കുക, മാസ്റ്റർ ആരവ് പ്രിയയോട് അഭ്യർത്ഥിച്ചു. വിദ്വേഷം മുറുക്കെ പിടിക്കുന്നത് ആത്മാവിനെ ഭാരപ്പെടുത്തുന്നു. അതേസമയം ക്ഷമ മോചിപ്പിക്കുകയും ഒരാളുടെ വൈബ്രേഷൻ ഉയർത്തുകയും ചെയ്യുന്നു. പ്രകൃതിയുമായി ബന്ധിപ്പിക്കുന്നു. പ്രകൃതി രോഗശാന്തിയുടെയും പുതുക്കലിൻ്റെയും ഉറവിടമാണ്, മാസ്റ്റർ ആരവ് നിരീക്ഷിച്ചു. അദ്ദേഹം പ്രിയയെ അതിഗംഭീരമായി സമയം ചെലവഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അവളുടെ ആത്മാവിനെ ഉയർത്താനും അവളുടെ വൈബ്രേഷൻ ഉയർത്താനും പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ മുഴുകി. ധ്യാനം പരിശീലിക്കുക. ധ്യാനം മനസ്സിനെ ശാന്തമാക്കുകയും ആത്മാവിനെ ഉയർത്തുകയും ചെയ്യുന്നു, മാസ്റ്റർ ആരവ് പറഞ്ഞു. അവളുടെ ആന്തരിക സമാധാനവും ആത്മീയ സത്യയും സ്പർശിക്കാൻ അനുവദിച്ചുകൊണ്ട് അവളുടെ ദിനചര്യയിൽ പതിവ് ധ്യാനം ഉൾപ്പെടുത്താൻ അദ്ദേഹം പ്രിയയെ ഉപദേശിച്ചു. പോസിറ്റിവിറ്റിയോടെ സ്വയം ചുറ്റുക. ഉയർത്തുന്ന ബന്ധങ്ങളും ചുറ്റുപാടുകളും തിരഞ്ഞെടുക്കുക. മാസ്റ്റർ ആരവ് പ്രിയയെ ഉപദേശിച്ചു. പോസിറ്റീവ് സ്വാധീനങ്ങളാൽ സ്വയം ചുറ്റുന്നത് ഒരാളുടെ വൈബ്രേഷൻ ഉയർത്തുകയും വളർച്ചയും സന്തോഷവും വളർത്തുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മൂല്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുക. ആധികാരികമായും നിങ്ങളുടെ മൂല്യങ്ങളുമായി യോജിച്ച് ജീവിക്കുക, മാസ്റ്റർ ആരവ് പ്രിയയോട് അഭ്യർത്ഥിച്ചു. ഒരാളുടെ മൂല്യങ്ങളെയും തത്വങ്ങളെയും ബഹുമാനിക്കുന്നത് ആന്തരിക ഐക്യം കൊണ്ടുവരുമെന്നും ഒരാളുടെ ആത്മീയ പ്രകമ്പനം ഉയർത്തുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അനുകമ്പയും ദയയും പ്രകടിപ്പിക്കുക. എല്ലാ ജീവികളോടും കരുണ കാണിക്കുക, മാസ്റ്റർ ആരവ് പ്രിയയെ ഓർമ്മിപ്പിച്ചു. ദയയുടെയും അനുകമ്പയുടെയും പ്രവൃത്തികൾ ആത്മാവിനെ ഉയർത്തുകയും മാനവികതയുടെ കൂട്ടായ പ്രകമ്പനം ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. വളർച്ചയും പഠനവും സ്വീകരിക്കുക. വളർച്ചയ്ക്കും പഠനത്തിനുമായി തുറന്നിരിക്കുക, മാസ്റ്റർ ആരവ് പ്രിയയെ ഉപദേശിച്ചു. പുതിയ അനുഭവങ്ങളും അറിവുകളും സ്വീകരിക്കുന്നത് ഒരാളുടെ ബോധത്തെ വികസിപ്പിക്കുകയും അവരുടെ ആത്മീയ സ്പന്ദനം ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്വീകാര്യതയും കീഴടങ്ങലും പരിശീലിക്കുക.
ഉള്ളത് സ്വീകരിക്കുക, ജീവിതത്തിൻ്റെ ഒഴുക്കിനെ കീഴടങ്ങുക. മാസ്റ്റർ ആരവ് പ്രിയയെ ഉപദേശിച്ചു. മാറ്റത്തെ ചെറുക്കുന്നതിനും ഒരാളുടെ വൈബ്രേഷൻ നിയന്ത്രിക്കാൻ പിടിക്കുന്നതും സ്വകാര്യതയും കീഴടങ്ങലും സമാധാനവും വിന്യാസവും കൊണ്ടുവരുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഹയർ സോഴ്സുമായി ബന്ധപ്പെടുക, ദൈവവുമായി ബന്ധം തേടുക. മാസ്റ്റർ ആരവ് പ്രിയയെ പ്രോത്സാഹിപ്പിച്ചു. ഉയർന്ന ശക്തിയോ ദൈവിക ജ്ഞാനത്തിൻ്റെ ഉറവിടമോ ഉപയോഗിച്ച് ആത്മീയ ബന്ധം വളർത്തിയെടുക്കുന്നത് ഒരാളുടെ വൈബ്രേഷൻ ഉയർത്തുകയും ആന്തരിക സമാധാനവും മാർഗനിർദ്ദേശവും നൽകുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മാസ്റ്റർ ആരവ് തൻ്റെ പഠിപ്പിക്കലുകൾ അവസാനിപ്പിക്കുമ്പോൾ പ്രിയയ്ക്ക് വ്യക്തതയും പ്രചോദനവും തോന്നി. പുതിയ നിശ്ചയദാർഢ്യത്തോടെ അവളുടെ വൈകാരികവും ആത്മീയവുമായ സ്പന്ദനം ഉയർത്തുന്നതിലൂടെ അവൾക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയും വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ സമ്പ്രദായങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുമെന്ന് അവൾ പ്രതിജ്ഞയെടുത്തു. അതിനാൽ മാസ്റ്റർ ആരവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രിയ സ്വയം കണ്ടെത്തലിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ഒരു യാത്ര ആരംഭിച്ചു. അവളുടെ വൈബ്രേഷൻ ഉയർത്തുന്നതിലൂടെ അവളുടെ കഴിവിൻ്റെ പൂർണ്ണത അൺലോക്ക് ചെയ്യാനും ലക്ഷ്യവും അർത്ഥവുമുള്ള ജീവിതം നയിക്കാൻ കഴിയുമെന്ന് അറിയാമായിരുന്നു. If you love to watch this video, you can like, share and subscribe.